സോ ഗുഡ് മോർണിംഗ് ഗൈസ്, ടുഡേ ഇസ് മൈ 24th ഡേ ഓഫ് ചലഞ്ച്. അപ്പോൾ ഇന്ന് 24ാമത്തെ ദിവസത്തിൽ ഞാൻ എന്താ ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ കറണ്ടില്ല, എണീറ്റപ്പോൾ തൊട്ട് കറണ്ടില്ല. എനിക്കിന്ന് 9 മണിക്ക് ക്ലാസ്സിലും പോകണം. ഞാൻ ഇതുവരെ മെഡിറ്റേഷൻ ചെയ്തില്ല. ഇപ്പം എണീറ്റിട്ട് ഏകദേശം 10-15-20 മിനിറ്റായി. ഞാൻ കറണ്ട് വരും എന്ന് പറഞ്ഞ് നോക്കി ഇരുന്നിട്ട് കറണ്ട് വരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വെട്ടം ഉണ്ടല്ലോ, ഇവിടുത്തെ ലൈറ്റിൻ്റെ വെട്ടം ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാം ഇപ്പോൾ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് നേരം കൂടെ നോക്കാം. എനിക്കറിയാൻ വയ്യ ലൈറ്റ് വരുമോ എന്ന്. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കാണെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യണമെങ്കിലും ചായ ഇടണമെങ്കിലോ കോഫി ഇടണമെങ്കിലോ പാലൊന്ന് തിളപ്പിക്കണമെങ്കിൽ പോലും കറണ്ട് വന്നേ പറ്റൂ. കാരണം ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ. ഗ്യാസ് ഇവിടെ ഇപ്പോൾ തീർന്നിരിക്കും, ഗ്യാസ് ഇല്ല. സോ എന്താ സംഭവിക്കുക എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഗ്യാസ് തീർന്നിട്ട് നമ്മൾ എടുത്തില്ല. എനിക്കൊന്ന് മറ്റു വീടുകളിലൊക്കെ എടുത്താണ്, എനിക്ക് ഇവിടെ എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടില്ല. പിന്നെ ഇനി ഇൻഡക്ഷൻ കുക്കറേ ഉള്ളൂ ശരണം. അത് ഇല്ല, കറണ്ട് ഇല്ലാത്തപ്പോൾ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കറണ്ട് വരുമോ ഇല്ലെന്ന്. ഗൈസ്, ചിലപ്പം കറണ്ട് വരുമോ എന്ന് കുറേ നേരമായിട്ട് ഞാൻ നോക്കി. ഏകദേശം ഞാൻ എണീറ്റിട്ട് തന്നെ ഏകദേശം 10-20-25 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തത്. പിന്നെയും ഞാനൊരു 10 മിനിറ്റോളം നോക്കി, കണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റൂട്ടീൻസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സോ ഞാൻ ചെയ്തു. ആകെപ്പാടുള്ളത് ഈ എമർജൻസി ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് മാത്രമാണുള്ളത്. അതിൻ്റെയും ചാർജ് തീരാറായതിപ്പം ഓഫാം. എന്താണ് ഇപ്പോൾ കറണ്ട് പോയെന്ന് അറിയില്ല. എനിക്കാണെങ്കിൽ 9 മണിക്ക് ക്ലാസ് ഉണ്ട്, ഇന്ന് പോയേ പറ്റൂ. ഫുഡൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ആകെപ്പാടുള്ള ആശ്വാസം ഫ്രൂട്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് വേണമെങ്കിൽ കഴിക്കാം, അത് മാത്രമാണ്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, എഴുതാം എന്തായാലും. അല്ലെങ്കിൽ നമുക്ക് കോഫിയോ ഒന്നും കുടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഞാൻ വിചാരിച്ചു വെള്ളം കുടിച്ചിട്ട് പോകും. പിന്നെ ഫ്രൂട്ട്സ് ചിലപ്പോൾ അത് കട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് ചെയ്യാം. എനിക്ക് വിശക്കുന്നു. എനിക്ക് ഇന്നലെ രാത്രി ഫുഡ് അങ്ങനെ വലുതായി കഴിച്ചില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം രാവിലെ എണീറ്റപ്പോൾ ചെറിയ വിശപ്പുണ്ട്. നമുക്കത് കഴിക്കാം. ത്തോടെ ഇരുന്നു. കാരണം വീഡിയോ എടുക്കാൻ ലൈറ്റ് വേണം. ഈ ലൈറ്റ് ഭയങ്കര ഇങ്ങനെ അടിക്കുന്ന, എനിക്ക് മറ്റേ ലൈറ്റ് ഇഷ്ടം, എന്നാലും എനിക്കെല്ലാം ചെയ്യാൻ തോന്നുള്ളൂ. അപ്പം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു, വന്നില്ല. ശരി, ഞാൻ ഇതിനെ എടുത്തു. കറണ്ട് വന്നു ഗൈസ്. ഭാഗ്യം. എനിക്ക് കോഫി കുടിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. താങ്ക് ഗോഡ്. എനിക്ക് കറണ്ട് വന്നാലും ഭയങ്കര സന്തോഷം. നമുക്ക് പോയി കോഫി ഉണ്ടാക്കാം. ഇന്ന് കറണ്ട് ഇപ്പോൾ വന്നില്ലായിരുന്നു, ഞാനിപ്പോൾ പെട്ടേന്. ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. ഉച്ചയ്ക്ക് കൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല. ചോറ് ഇനിയിപ്പോൾ വെക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ച് ദോശ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കെല്ലാം നോക്കിയപ്പം പാളിപ്പോയ ദോശയാണ്. അത്യാവശ്യം സമയം പോയി കറണ്ട് ഇല്ലാതെ നോക്കിയിരുന്നത്. അപ്പം എനിക്കിനി റെഡി ആവണം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് തന്നെ കഴിച്ച് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് വേണം പോയി റെഡി ആവാൻ. സോ ഗൈസ്, ഞാൻ പെട്ടെന്ന് വന്ന് റെഡിയായി. കാരണം എനിക്ക് പോകണം. 9 മണിക്ക് ക്ലാസ് ആണ്. ഇപ്പം ഏകദേശം 8 മണി ആയതേ ഉള്ളൂ. എങ്കിലും ഞാൻ പെട്ടെന്ന് റെഡിയായി. കഴിക്കണം. കഴിച്ചിട്ട് മുട്ട ഇപ്പോൾ വേവിക്കാൻ വെച്ചു, അതും റെഡിയാക്കി വേണം പോകാൻ. സോ ഞങ്ങൾക്ക് കഴിക്കാം. സോ അപ്പോൾ ഗൈസ്, നമുക്ക് കോളേജിലോട്ട് പോകാം. എൻ്റെ ബാഗുമായി ഞാൻ ഇറങ്ങുകയാണ്. ഇന്ന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ടെക്സ്റ്റും പിന്നെ 2 മാനുവൽ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് കറക്റ്റ് ചെയ്യാനും ഒന്ന് ഇന്നത്തെ പ്രാക്ടിക്കലും. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോളേജിലേക്ക് പോവാം. स्टार्टर करने के बाद यहाँ पर पोस्टमार्टम इंस्पेक्शन होता है, ठीक है, ये इंस्पेक्शन रूम, ठीक है, फिर कंटेम्प्ट रूम, ठीक है, जो गंदा गंदा मीट होता है वो यहाँ चला जाता है कंटेम्प्ट रूम में, ठीक है, जो फ्री होता है इसके। ഹായ് ഗൈസ്, ഞാനിപ്പോൾ കോളേജിൽ നിന്ന് ഏകദേശം 3 മണിക്ക് വന്നതാണ്. ഇപ്പോൾ ഏകദേശം 5:20-5:30 എങ്ങാണ്ടായി. ഞാൻ ഇത്രയും നേരം കുളിച്ചു, തുണി കഴുകി, ഇനി തുണി കൊണ്ട് മേളിൽ വിരിക്കണം. ഒരു നീരാട്ടായിരുന്നു ഇന്ന്. എണ്ണ തേക്കുകയും ഇതും കുളിയും പിന്നെ കുറച്ച് തുണി ഉണ്ടായിരുന്നു, അതെല്ലാം കഴുകി. ഇതുവരെ ഞാൻ നാളെ പോകാൻ വേണ്ടിയിട്ട് പാക്കൊന്നും ചെയ്തിട്ടില്ല. ഇനി അത് ചെയ്യണം. ഇപ്പം തന്നെ എൻ്റെ ഭയങ്കര നടുവേനയായി. എനിക്കിവിടെ ബാക്ക് പെയിൻ. ഗോഡ്. നമുക്ക് എന്തായാലും പോയി മേളിൽ കൊണ്ട് വിരിക്കാം. എനിക്ക് കുറച്ച് വെയിൽ ചെറുതായിട്ടുണ്ട്, അതൊന്ന് കൊള്ളാം. കുറച്ച് വെയിലൊക്കെ കൊള്ളാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് മേളിൽ കൊണ്ട് വിരിക്കാം തുണി.
ഇപ്പം ഏകദേശം 5:40 പക്ഷെ നല്ല വെയിലുണ്ട്. ഇതാണ് രാജസ്ഥാനിലെ സമ്മർ സീസൺ. പക്ഷെ പഴയ സമ്മർ സീസൺ പോലെ ചൂടൊന്നുമില്ല. പാക്ക് ചെയ്യണം, ചായ കുടിച്ച് പിന്നെ പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ പാക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പാക്ക് ചെയ്യുന്നതൊക്കെ ഇന്ന് വ്ളോഗിൽ ഇടുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം. ഇനി ഉള്ള പ്ലാൻ അതൊക്കെയാണ്. ഇനി അങ്ങോട്ട് അടുത്ത താഴെ ചെന്നിട്ട് റൂമിൽ ചെന്നിട്ട് ഇനി ഇതൊക്കെയാണ് പരിപാടി. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നാളെ ഞാൻ വീട്ടിൽ പോവാണ്. സോ ഐ എം സോ ഹാപ്പി. സോ അപ്പോൾ നമ്മുടെ ഇന്ന് എൻ്റെ 24ാമത്തെ ദിവസമാണ് ചലഞ്ചിൻ്റെ. ആൻഡ് 25th ഡേയിൽ ഞാൻ നാട്ടിൽ പോവാണ് നാളെ. സോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ നാട്ടിൽ പോകുന്ന വ്ളോഗും 25th ഡേ ഓഫ് ചലഞ്ചും ഒക്കെ നാളെ. സോ നാളെ കാണാം. ബൈ.